ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ബാലൻ്റെ പ്രതിധ്വനി. പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 27-35 നോക്കുമ്പോൾ അതിൽ നാം കാണുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ. ഒന്നും പകരമിച്ഛിക്കാതെ കടം കൊടുപ്പീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത്, ഒരു ഗ്രാമീണ ബാലൻ അമ്മയുമായി വഴക്കിട്ടപ്പോൾ അവന് അരിശം സഹിക്കാൻ മേലാതെ വന്നപ്പോൾ അവൻ അമ്മയോട് ഗർജിച്ചു, ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന്. അത് കുറച്ചു നേരം വഴക്കുണ്ടാക്കിയതിന് ശേഷം അവന് അരിശം സഹിക്കാൻ മേലാതെ അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവരുടെ വീടിൻ്റെ കുറച്ച് ദൂരെയുള്ള ആ താഴ്വരയിൽ അവിടെ പോയി നിന്നുകൊണ്ട് അവൻ എഗെയിൻ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ ഏതോ മറ്റൊരു ബാലൻ അവനോട് ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് അവൻ തോന്നി. അവൻ പെട്ടെന്ന് പരിഭ്രാന്തനായി തിരികെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് മമ്മിയോട് ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ബാലൻ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന്. ഉടനെ അത് അവിടുത്തെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ആ പ്രതിധ്വനിയെക്കുറിച്ച് മനസ്സിലാക്കിയ അമ്മ പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവിടെ ചെന്ന് ഒരിക്കൽ ഒന്ന് പറഞ്ഞു നോക്കുക എന്ന് പറഞ്ഞു. ആ മകൻ അവിടേക്ക് ഓടി. അവിടെ ചെന്ന് അവൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന് അവിടെ ആ ഏതോ ബാലൻ പറയുന്നതായിട്ട് അവന് തോന്നി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി അവൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ആ ബാലൻ എന്നോട് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഞാനും അമ്മയെ സ്നേഹിക്കുന്നു എന്ന്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ സത്യമുണ്ട്. നാം കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത്. ഇംഗ്ലീഷിൽ ബൂമറാങ് എന്ന ഒരു പദമുണ്ട്. അത് ഓസ്ട്രേലിയയിലെ ആദിവാസികൾ ഉപയോഗിക്കുന്ന വളഞ്ഞ ശസ്ത്രമാണ്. അതിൻ്റെ പ്രത്യേകത അത് കൊടുത്തുവിട്ടാൽ വിട്ട ആളിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു എന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ തിരിച്ചടികൾക്ക് ഈ പദം ഉപയോഗിക്കുന്നു. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്താൽ അത് നമ്മിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള ജീവിത സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ നന്മ ചെയ്താൽ അത് തിരിച്ചെത്താതിരിക്കുകയില്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറയുന്നത്, മറ്റുള്ളവരോട് നിങ്ങൾ നന്നായി വർത്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് നല്ലതായി അനുഭവപ്പെടും എന്നാണ്. നമ്മുടെ ചിന്തയോ പ്രവൃത്തിയോ പെരുമാറ്റമോ എന്തു തന്നെ ആയിരുന്നാലും ഉടനെയോ അല്ലെങ്കിൽ അല്പം വൈകിയോ അവ കൃത്യമായി നമ്മിലേക്ക് തിരിച്ചു വരും. ആദരവോടും സ്നേഹത്തോടും നാം മറ്റുള്ളവരെ സ്വീകരിച്ചാൽ അവ നമുക്ക് തിരികെ കിട്ടാതിരിക്കില്ല. ചില മാതാപിതാക്കൾ പരാതിപ്പെടുന്നു, അവരുടെ മക്കൾ അവരെ സ്നേഹിക്കുന്നില്ല. എന്നാൽ മറിച്ചൊരു ചോദ്യമുണ്ട്, അവർ സ്വാർത്ഥ ലേശമില്ലാതെ അവരുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം വിതയ്ക്കുന്നത് നാം കൊയ്യുന്നു. ഇതൊരു പ്രകൃതി നിയമമാണ്. ഇത് നാം ഒരാൾക്ക് ഉപകാരം ചെയ്താൽ എപ്പോഴെങ്കിലും പ്രത്യുപകാരം ലഭിക്കാതിരിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുക്രിസ്തു അരുളി ചെയ്തത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുന്നതിൽ ആരും മടുത്തു പോകരുത്. നന്മ തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതില്ല. നന്മ നമുക്ക് കൈവന്നുകൊള്ളും. എമേഴ്സൺ പ്രസ്താവിച്ചത് ജീവിതത്തിലെ ധന്യമായ ഒരു സത്യം.
ഒരുവൻ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കാൻ ഉദ്യമിച്ചാൽ നിശ്ചയമായും ആ വ്യക്തിയും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ അവന് സഹായം തിരിച്ച് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നന്മ മാത്രം പ്രവർത്തിച്ച് ജീവിച്ചവർക്ക് എന്തുകൊണ്ട് തിന്മ പ്രതിഫലമായി ലഭിക്കുന്നുവെന്ന് ചില ഉദാഹരണങ്ങളോടുകൂടി ചിലർക്ക് ചോദിക്കുവാൻ സാധിക്കും. എന്നാൽ നാം അത് മനസ്സിലാക്കേണ്ടത്, നാം ചെയ്യുന്ന നന്മയ്ക്ക് പകരം തിരിച്ച് നന്മ കിട്ടുവാൻ വേണ്ടിയിട്ട് അല്പം സമയം ഒരു പക്ഷെങ്കിൽ എടുത്തു എന്ന് വരാം. എന്നാൽ ആ നന്മയ്ക്ക് പകരം നന്മ നമുക്ക് ഒരാളെങ്കിൽ മറ്റൊരാൾ ചെയ്യാതിരിക്കുകയില്ല എന്നുള്ളത് ഒരു പ്രകൃതി സത്യം തന്നെയാണ്. നാം ദൈവത്തിൽ ആശ്രയിച്ചു നാം നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കും ഈ ലോകത്തിൽ നന്മ തന്നെ ഉണ്ടാകും. നാം സന്തോഷത്തോടുകൂടി മറ്റൊരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം നമ്മളിലേക്കും തിരിച്ചു വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ബാലൻ കേട്ടതായ പ്രതിധ്വനി പോലെ നാം എന്ത് പ്രവർത്തിക്കുന്നുവോ, നാം എന്ത് ചിന്തിക്കുന്നുവോ, നാം എന്ത് സംസാരിക്കുന്നുവോ അതിന് പ്രത്യുപകാരമായി ആ ബാലൻ കേട്ട പ്രതിധ്വനി പോലെ നമുക്കും അപ്രകാരം തന്നെ തിരിച്ച് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഈ ചിന്താവിഷയം നമ്മെ മനസ്സിലാക്കി തരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, എന്നാൽ മുമ്പോട്ട് ഇനി എങ്ങനെ ജീവിക്കണം, ഞാൻ ഇന്നു മുതൽ നല്ല ഒരു വ്യക്തിത്വത്തോടുകൂടി ജീവിക്കുമെന്നുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ഒരു പാദത്തിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.